നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യാത്ത ആളുകൾക്കായി നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസാധാരണമായ ഒരു സാഹചര്യത്തോടുള്ള അസാധാരണമായ പ്രതികരണം ഒരു സാധാരണ സ്വഭാവം ആണ്. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. ഒരു വിദ്യാർത്ഥി എന്നാൽ നിങ്ങൾ നിറയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രമല്ല, മറിച്ച് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ്. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിന്റെ അതിപ്രധാന ഭാഗമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിന്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരാളിലേക്കുള്ള വഴി ഭൂമിയിൽ അല്ല, വഴി ഹൃദയത്തിലാണ്. ഉറച്ച പാറ കൊടുങ്കാറ്റിൽ കുലുങ്ങാത്തതുപോലെ ജ്ഞാനികളെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ ബാധിക്കില്ല. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നുതന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തമ്മിൽ ദീർഘകാലം പിണങ്ങിയിരിക്കുക എന്നത് അസാധ്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന പിണക്കമാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ആത്മാർത്ഥമായ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നാണ്. ഒന്നിലധികം തവണ വായിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കാര്യത്തെ ഉറച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത 50% കൂടുതലാണ്. ചെറിയ അവസരങ്ങൾ പലപ്പോഴും വലിയ സംരംഭങ്ങളുടെ തുടക്കമാണ്. നാമെല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെത്തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്നേഹിക്കുന്നവർ ഒടുവിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നില്ല. അവർ എല്ലാവരും പരസ്പരം ഉണ്ട്. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആരോടും ഒന്നും പറയാതിരിക്കാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമാനായ ഒരു വിമർശകനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്കുള്ള വഴികാട്ടിയെപ്പോലെ അവനെ പിന്തുടരുക. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. നമുക്ക് ഒരേ സമയം 2 പേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമില്ല. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. കാൽപ്പനിക പ്രണയം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിൽ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം, ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായി ഇരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്.